നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഉപമയാണിത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം, എത്രമാത്രം പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഉപമയാണത്. കഴിഞ്ഞ ദിവസം നമ്മൾ മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥന, ഒരു സ്നേഹിതൻ തൻ്റെ മറ്റൊരു സ്നേഹിതൻ്റെ അടുത്ത് ചെന്നിട്ട് തനിക്ക് അപ്പം വായ്പ ചോദിക്കുന്നു. മുട്ടിപ്പായി വിളിച്ചത് കൊണ്ടാണ് താൻ രാത്രിയിൽ എഴുന്നേറ്റ് വേണ്ടുവോളവും അപ്പം കൊടുത്തു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. 3 ചോദിച്ചിട്ടുള്ളായിരുന്നു, പക്ഷേ വേണ്ടുവോളം കൊടുത്തു എന്ന് പറയുന്നു. അങ്ങനെ അതുപോലെ തന്നെയുള്ള ഒരു കഥയാണ് ഇവിടെ. ഒരു വിധവയായ ഒരു സ്ത്രീ തനിക്ക് ചില പ്രതിയോഗികളുണ്ടായിരുന്നു, തനിക്ക് ന്യായം ലഭിക്കേണ്ടിയിരുന്നു. അപ്പോൾ താൻ തനിയെ പോയാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. തന്നെ സഹായിക്കാൻ മറ്റാരുമില്ലാത്ത ഒരവസ്ഥയാണ്. ആ സ്ഥലത്ത് തന്നെ ആണ് അവിടുത്തെ ജഡ്ജ് അല്ലെങ്കിൽ ന്യായാധിപൻ താമസിച്ചിരുന്നത്. ആ വിധവ താമസിച്ചിരുന്നതിൻ്റെ പോയി വരാവുന്ന ഡിസ്റ്റൻസിലായിരുന്നിരിക്കണം. അപ്പോൾ ഈ വിധവ എന്നും അവിടെ പോയി ആ ന്യായാധിപനോട് കാര്യം ഉണർത്തിക്കും. എന്നാൽ ഈ ന്യായാധിപനെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഒരു അനീതിയുള്ള ന്യായാധിപനായിരുന്നു. അത്ര നീതിമാനൊന്നും ആയിരുന്നില്ല. കാരണം പണത്തിന് വേണ്ടി അയാൾ നീതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ചുമൊക്കെ ചെയ്യുന്നതായിരുന്നു. അതാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പം എന്നാലും ഈ സ്ത്രീയെ അയാൾക്ക് നീതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചിന്തിച്ചത്, അയാൾ ഏത് അധികാരത്തിലിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവർ ചിന്തിച്ചത്. അത് തന്നെയുമല്ല, ആ ന്യായാധിപൻ വിചാരിച്ചാൽ തനിക്ക് ന്യായം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം, ഒരു ദൃഢവിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് എന്നും പോകും അയാളുടെ അടുത്ത്. ഈ ന്യായാധിപനാണ് ഈ വിധവയെ ഒന്ന് കാര്യമായിട്ട് ഗൗനിക്കുക പോലുമില്ല, ഒന്നുമില്ല. അവർ ചെന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ അവസരം കിട്ടിയാൽ കിട്ടി, അവർ തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷേ അവർ പോകുന്നത് മുടക്കിയില്ല, എന്നും പോകും. അവർ വിചാരിച്ചു എനിക്ക് നീതി കിട്ടണം. ഏതായാലും അയാളാണല്ലോ ന്യായാധിപനായിട്ടുള്ളത്, എനിക്ക് നീതി കിട്ടുന്നിടം വരെ ഞാൻ അവിടെ പോകും. അങ്ങനെ തന്നെ അവർ ചെയ്തു. ആ ന്യായാധിപൻ പിന്നെ എന്താ പറയുന്നത്? എനിക്ക് ദൈവത്തെ ഭയം ഉണ്ടായിട്ടല്ല, അല്ലെ മനുഷ്യരെ പേടിയുണ്ടായിട്ടുമല്ല, പക്ഷേ ഈ വിധവ എന്നും എന്നെ വന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒടുവിൽ ഞാൻ അവൾക്കത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൾ എന്നെ അപമാനിക്കും. ആ ഒരു ഭയത്തിൽ അയാൾ നീതി നടത്തി കൊടുക്കുന്നു ആ വിധവയ്ക്ക്. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? കർത്താവ് നീതിമാനാണ്, കർത്താവ് നല്ല കരുണയുള്ളവനാണ്. എങ്കിലും പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉത്തരം ലഭിക്കുവാനായിട്ട് താമസമുണ്ടാകുന്നു. അതെന്തുകൊണ്ടാണ് താമസമുണ്ടാകുന്നത്? അത് കർത്താവ് നമ്മിൽ കൂടുതൽ വിശ്വാസമുളവാക്കുവാനും കർത്താവിനോട് നാം എപ്പോഴും ആ പ്രാർത്ഥനയുടെ ആ ബന്ധത്തിലായിരിക്കാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് താൻ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് പറയുന്നത്. തന്നോട് രാപ്പകൽ നിലവിളിക്കുന്നവരോട്, അതായത് നാം എപ്പോഴും കർത്താവിനോടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കർത്താവ് അത് നിവർത്തിച്ചു തരും. കർത്താവ് അതിന് മറുപടി തരും. പലപ്പോഴും നമുക്ക് മറുപടി ലഭിക്കാൻ താമസമുണ്ടാകുന്നു. എന്നാൽ ആ താമസമുണ്ടായാൽ നാം പ്രാർത്ഥന നിർത്തരുത് എന്നുള്ള ഒരു കാര്യം, അതുപോലെ തന്നെ കർത്താവിലുള്ള ആശ്രയവും വിശ്വാസവും ഒരിക്കലും വിടരുത്. അത് മുറുകെ പിടിച്ചുകൊള്ളണം ആ വിശ്വാസത്തിൽ എന്നുള്ള കാര്യമാണ് കർത്താവ് പറഞ്ഞു കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് പിന്നീട് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവർ
എന്നോട് പ്രാർത്ഥിക്കണം. അതായത് ഞാനുമായി നിരന്തരമായ സമ്പർക്കം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസ്തനാണ്, കരുണയുള്ളവനാണ്. ഞാൻ തീർച്ചയായിട്ടും അവർക്ക് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. എന്നാൽ അല്പം ഡിലേ ഉണ്ടായാൽ, അല്ല ഒരു ദീർഘമായ ഡിലേ ആണെങ്കിൽ തന്നെയും നാം പറഞ്ഞ കാര്യം കർത്താവ് സാധിപ്പിച്ച് തരുമെന്നുള്ളതിൻ്റെ ഒരു ഗ്യാരൻറ്റിയാണ് കർത്താവ് അവിടെ പറയുന്നത്. അത്ര അനീതിയുള്ള ഒരു മനുഷ്യൻ ആ നീതി നടത്തി കൊടുത്തുവെങ്കിൽ നീതിമാനായ ദൈവം, കരുണയുള്ളവനായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കയില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായിട്ട് നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ വയ്ക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്താണ്, ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കാരണം ഇങ്ങനെ ഒരു ഡിലേ ഉണ്ടാകുമ്പോൾ മനുഷ്യർ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നാം ലൂക്കോസിൻ്റെ ലേഖനത്തിൽ തന്നെയാണല്ലോ നാം ആ സക്കറിയാവിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി അതിന് മറുപടിയുമായി വന്ന ഗബ്രിയേൽ ദൂതനെ നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. കർത്താവ് ഒരിക്കൽ നാം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായിട്ട് നാം ആ വിഷയം കർത്താവിൻ്റെ മുൻപിൽ വയ്ക്കുന്നെങ്കിൽ കർത്താവ് തീർച്ചയായും കരുണയുള്ളവനാണ്. കർത്താവ് പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കുക, ക്ഷമയോടെ കർത്താവിൻ്റെ മറുപടിക്കായി കാത്തിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.